ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ എല്ലാ പാക്കേജായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം 7 to 10 ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:30 ആയി. അപ്പോൾ നമുക്ക് വേഗം ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ നമ്മളെ നാട്ടിലത്തെ ഫുഡൊന്നും ഉണ്ടാവില്ല. പാൻ കേക്ക്സ്, സീരിയൽ, ഫ്രൂട്ട്സ്, മിൽക്ക്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവും. ഇനിമോൾ മോർണിംഗ് ഇത്തിരി ഗ്രമ്പിയാണ് എണീച്ചപ്പോൾ. കാരണം ആൾ ഉറങ്ങിയപ്പോൾ ഭയങ്കര ലേറ്റായി. പിന്നെ ഞാൻ അവളെ ഉണർത്തിയതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഫുഡ് മിസ്സാക്കാൻ പറ്റില്ലല്ലോ. സഞ്ജുക്കോട് ഓൾ സെറ്റ് ആണ്. ബേബി ഓൾ സെറ്റ്? പറയും ചെയ്യും. ഓൾ സെറ്റ്? യാ, ലെറ്റ്സ് ഗോ. പേയിങ് ഫോർ ദ ടണൽ പോണ വഴി അല്ലേ? സോ നമ്മൾ വന്നപ്പോൾ ഗൈസ് നല്ല ഹരിതാപവും പച്ചപ്പൊക്കെ ഉള്ള വഴിയിൽ കൂടെയാണ് വന്നത്. നമ്മൾ ഡേ 1 കണ്ടാൽ കാണായിരുന്നു. പക്ഷേ ഇനി ഡേ 2 നമ്മൾ റിട്ടേൺ പോകുന്നത് ടണലൊക്കെ ഉള്ള വഴി. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് റിട്ടേൺ പോകും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ആ കാട് പോലുള്ള വഴി കൂടെ പോകണ്ടെന്ന് ചോദിച്ചു. കാരണം കുറച്ചൊരു ഇടുങ്ങിയ ഒരു നാരോ റോഡാണ് അല്ലേ, കമ്പയർഡ് ടു ദ ടണൽ റോഡ്. സോ നമ്മൾ ടണൽ റോഡ് വഴിയാണ് പോകുക. അപ്പോൾ വേറൊരു വ്യൂസ് ആവും നിങ്ങൾക്ക് കാണാൻ പറ്റുക. കാരണം മോട്ടോർ വേയിൽ കൂടെയാണ് നമ്മൾ പോണേ. ഇനി ഇപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ട്ടോ Inu, look at her hair, baby. It's so messy. You always carry her. Yeah, stroller വാങ്ങിയിട്ട് ഇപ്പോൾ കാര്യം ഇപ്പം എന്താണ്ടായത്? അവളിന്നെ മുടി ചീകാൻ പോലും സമ്മതിക്കണ്ടല്ലേ. മുടി ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അവളെന്നെ അത് കേടിരുത്തത് നോക്ക്. നൂഡിൽസ് മുടി. അവള് മോർണിംഗ് നീച്ച അവൾക്ക് പപ്പനെ പറ്റില്ല. അല്ലാത്ത സമയമൊക്കെ അവൾക്ക് വേണം. ലിഫ്റ്റിൽ പോകണോ അതോ ലിഫ്റ്റ് പോകണ്ട? ഗൈസ്, ഇവിടെ നമ്മൾ റൂം നമ്പർ അറിയണമെങ്കിൽ ആദ്യൊരു ഗൂഗിൾ മാപ്പ് ഇടണം. നമ്മളെ റൂം ലൊക്കേഷൻ ഏതാണ്. ഞങ്ങൾ ഇന്നലെ 2-3 പ്രാവശ്യം വഴി തെറ്റി എങ്ങോട്ടൊക്കെയോ പോയി. അതിവിടെ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഈ സൈഡ് ആ സൈഡിൻ്റെ റൂം നമ്പർ എന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ വഴി തെറ്റി. ഇന്നലെ KFC വാങ്ങി വന്നപ്പോൾ വഴി തെറ്റി, വാങ്ങാൻ പോയപ്പോൾ വഴി തെറ്റി. ആകെ ഒരു ഇതായിരുന്നു. വേഗം വാ സഞ്ജുക്ക, ഇറ്റ്സ് ഓൾമോസ്റ്റ് അബൌട്ട് ടു ബി 10. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ തീർന്നു. ശശി ഇനി എങ്ങോട്ടാ? ഗോ ഡൗൺ ഗാർഡൻ. ഇന്നു ഫ്ലവർ. ഓക്കെ, നോ. ഇവിടെ നമ്മൾ ഈ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആസിഡ് കണ്ടിരുന്നില്ല ഇങ്ങനത്തെ ഫ്ലവർ. നമ്മൾ ഈ ഒരുക്കൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും ബേബി ഇതൊക്കെ ഒരു വണ്ടി പോലും ഇവര് ഡെക്കറേറ്റ് ചെയ്തിക്കണ്. ഇങ്ങോട്ടൊക്കെ ഇനു ഉണ്ടോ? ഇനുക്ക് എന്ത് ട്രീ ഉണ്ടായിട്ട് എന്താ അവള് പോസ് ചെയ്യണ്ടേ? പിന്നെയും എന്താ ലൈറ്റ്? ഇവിടെ ലൈറ്റ്, കോണിമ ലൈറ്റ്. ഹായ്, യാ ബേബി, ദാറ്റ് വേ. ഹായ്, ഓക്കെ, താങ്ക് യു. വാട്ട് ഡിഡ് ഹി സേ? ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വന്ന് ക്യൂവിൽ നിൽക്കണം. നമ്മളെ നാട്ടിലത്തെ പോലെ ബൊഫേ സിസ്റ്റം ആണോ എന്താ അറിയില്ല, എന്തായാലും ക്യൂ ഉണ്ട്. വാ, നമുക്ക് ക്യൂവിൽ നിൽക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്ലേസ് പോകും. അപ്പോൾ ഗൈസ് ആദ്യം നിർത്താം. ഗൈസ്, ഇവിടെ നമ്മളെല്ലാതും ഒറ്റക്ക്, നമ്മുടെ നാട്ടിലത്തെ പോലെ ബൊഫേ സിസ്റ്റമാണ്. ബൊഫേയിൽ നിൽക്കാൻ കുറച്ച് നേരം ക്യൂ നിന്നുള്ളൂ. ഒറ്റക്ക് പോയി എടുത്ത് വരണം. ടീ, കോഫി എല്ലാതും ഉണ്ട് കേട്ടോ. വലിയൊരു ബൊഫേ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ സഞ്ജുക്കാനെ എടുക്കാൻ, കാരണം എൻ്റെ മടിയിൽ ഇനുവാണ്. ഇനുവിന് വേണ്ടിയിട്ട് അവർ ഹൈ ചെയറൊക്കെ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ട്, പക്ഷെ ആളിരിക്കണില്ല. അപ്പോൾ ഇവിടുത്തെ ഫുള്ളൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫുൾ ക്രിസ്മസ് ഡെക്കറേഷനാണ്. പിന്നെ ആൾക്കാർ ഇതിന് ഫുഡ് കഴിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കഫറ്റേരിയ. സഞ്ജുക്കാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ എല്ലാതും കുറച്ച് എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുത്തിക്കണേന്ന്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ വേറെ കുറേ ഇന്ത്യക്കാരെ കണ്ട് അവരെ പരിചയപ്പെട്ട്, അവർ ബാംഗ്ലൂരിൽ നിന്നാന്ന് പറഞ്ഞ്. പിന്നെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, റൂം ഇഷ്ടമായോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനുവിന് എന്താ ഫുഡ് വേണ്ടേ? ദോശ എന്നൊന്നും പറയരുത് പ്ലീസ്. ജ്യൂസ് വേണം, ജ്യൂസ്.
ആ ജ്യൂസ് പപ്പ കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് നമുക്ക് എന്താണ് ടേസ്റ്റൊക്കെ എന്താണെന്ന് നമുക്ക് കാണാം. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ KFC വാങ്ങിയ കാര്യം. അപ്പോൾ KFC വാസ് വെരി എന്താ പറയുക നൈസ്. അതായത് ഇവിടുത്തെ KFC പൊതുവെ എനിക്ക് തോന്നുന്ന സംഭവം പറഞ്ഞാൽ ഇത്തിരി ഉപ്പ് അധികമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഗ്രേവി KFC അങ്ങനെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ബോക്സ് തന്നിരുന്നത്, അതായത് നമ്മൾ നാട്ടിൽ കറി. അപ്പോൾ അത് കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഒരു കുഴപ്പം തോന്നിയില്ല, എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ എല്ലാവരും അധികം കഴിക്കുന്നത് ബ്രെഡ്, സാൻഡ്വിച്ച് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ പല വെറൈറ്റി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്, എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. പക്ഷേ ബ്രെഡ് കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്തുകൊണ്ടൊക്കെയാണ് സഞ്ജുക്ക് വരിക എന്ന്. പാവം കുറേ നേരമായി പോയിട്ട് ആളിതുവരെ കാണാനില്ല, ക്യൂ നിൽക്കുന്നുണ്ട് അവിടെ. ആള് വരുന്നുണ്ട്. പ്ലേറ്റിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ടീയും കോഫിയൊക്കെ പിന്നെ പോയി എടുക്കാം. അപ്പോൾ ആള് വരുന്നുണ്ട്. അടുത്തതോ ഇനി എന്താ? നമുക്ക് പാൻ കേക്ക്, പോച്ച്ഡ് എഗ്, മഷ്റൂം, ബീൻസ് ഒക്കെയാണ് എടുത്ത് വന്നിട്ടുള്ളത്. സഞ്ജുക്ക് വേറൊരു കൊടുത്തിട്ടുണ്ട്, നമ്മൾ പീച്ച് ഫ്ലേവർ യോഗേർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, വെജീസ്. ആക്ച്വലി ഇതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ദോശനെയും ബാക്കി നമ്മുടെ നാട്ടിലത്തെ എല്ലാതിനും കാരണം. പിന്നെ നമ്മളിത് ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ രണ്ടും കൂടെ വെച്ചിട്ടുണ്ട്. കോഫി മഗ് അല്ലെങ്കിൽ ടീ മഗ് ഉണ്ട്. ഇനിയിപ്പോൾ തന്നെ നൈഫും ഫോർക്കൊണ്ടൊക്കെയാണ് കഴിക്കുന്നത്. എല്ലാവരും കാണിക്കുന്നുണ്ട്, അവളും എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കാണാൻ നല്ല ഗ്ലാമറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇൻസ്റ്റഗ്രാമബിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ടേസ്റ്റ് നല്ലത് തന്നെ ആയിരിക്കും, കാരണം എല്ലാവരും കുറേ പ്രാവശ്യം എടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ ഫ്ലേവർ ഇഷ്ടമാകുമ്പോൾ എന്താണെന്നും അറിയില്ലല്ലോ. എനിവേ ലെറ്റ്സ് സീ. ഇതൊക്കെ ഭയങ്കര പ്രോട്ടീൻ, ഫൈബർ കണ്ടെയ്നിങ് ഫുഡാണ്. മോർണിംഗ് അല്ല നമ്മളെ പോലെ ഫുൾ എന്താ പറയുക കാർബോഹൈഡ്രേറ്റ് അല്ല അവർ കഴിക്കുന്നത്. അതിന് നല്ലൊരു കാര്യമാണ്. ഇറ്റ് ഈസ് വെരി ഹെൽത്തി കമ്പയർഡ് ടു അവർ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ നമുക്ക് പണ്ട് മുതലേ ശീലമായതുകൊണ്ട് അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു ഇതുള്ളൂ. ഇനൂന് ഇനിയിപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും കേട്ടോ പറ്റുക. അവർക്ക് സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവും കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് സഞ്ജിക്കാനെ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നുണ്ട്. അതാ പാവം ജ്യൂസ് എന്തൊക്കെയാണ് അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പാവം അയ്യോ ബ്രെഡ് എടുക്കല്ലേ എടുക്കല്ലേ. അതിൻ്റെ തൊട്ടടുത്ത് ബ്രെഡും ഉണ്ട്. സഞ്ജുക്കാക്ക് അറിയാം എനിക്ക് ബ്രെഡ് ഇഷ്ടമല്ല എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു എല്ലാതും കുറച്ച് കുറച്ച് എടുത്ത് വന്നു. ഇനിയിപ്പോൾ ഇത് കൊണ്ടുവരുമെന്ന് അറിയില്ല ഗൈസ്. കൊണ്ടുവരല്ലേ കൊണ്ടുവരല്ലേ. കൊടുന്നോ നോക്കാം. ആ പപ്പ ജ്യൂസ് കൊണ്ടുവരണ്ട ഇനൂന്. ജ്യൂസ് ഇതെന്താ ബേബി? കേക്ക്, ക്രോസാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേബി വേറെ എന്തൊക്കെയാ ഓപ്ഷൻസ് ഉള്ളത് ഫുഡ്? ഇതന്നെയല്ലോ കോൺഫ്ലിക്സോ? പിന്നെന്താ? അപ്പൊ അപ്പൊ കുടിക്കണ്ട. ഇനി സ്പൂണില്ലാതെ കുടിക്കുക. എപ്പോഴും ഇവൾക്ക് സ്പൂണ് വേണം കുടിക്കാൻ ജ്യൂസിനൊക്കെ. വെറുതെ ഓവറാക്കൽ. ഇഷ്ടായോ? ഇഷ്ടായിരുന്നു. ഇവിടെ മുടി നോക്കി ബേബി സ്പ്രിംഗ് പോലെ നിൽക്കണം. ഇനി വെയിറ്റ്. ബേബി സിറപ്പില്ല പാൻ കേക്കിന്? നോക്കട്ടെ, ഇതാണോ സിറപ്പ്? ഓക്കെ ഫൈൻ. എന്താ? വാട്ടർമെലൺ. വാവ് യു നോ, സോ ബ്രില്യന്റ്. മമ്മ തരാം. മമ്മ പീസ് ഇതാക്കി തരാം. I don't even think I'm going. She's not letting me go. She's not even letting me move. ഇനി മമ്മ പോട്ടെ, ഇവിടെ ഇരിക്കെ. അതാ കുട്ടിന്റെ അടുത്ത്.
എൻ്റെ അടുത്ത് വേറില്ല. ഇനി കഴിക്ക്. Did you like it? വേണ്ട, ജ്യൂസ് തരട്ടെ. ഇനൂന് ജ്യൂസ് തരട്ടെ. വാട്ടർമെലൺ കഴിക്കും. വാട്ടർമെലൺ അതവിടെ ഇരുന്നോട്ടെ, ഈ കഴിക്ക്. ഇനു പപ്പ കൊടുക്ക്. ഇനു തിന്ന്. ആൾക്കാർ കൊടുക്കാൻ കൊമ്പത്തി ഒറ്റക്ക് തിന്നാൻ വയ്യ. ഇനു തിന്നോ. എങ്ങനെ വാട്ടർമെലൺ കഴിക്കുക? പപ്പ ചീത്ത പറഞ്ഞോ? പപ്പ എന്തിനാ ചീത്ത പറഞ്ഞ കുട്ടീനെ? ഫ്ലവർ കേട്ടോ. ഇനു ബേബി ഒന്ന് കൈ പിടിക്ക്. എത്ര പാല് വേണം പറയട്ടോ ചായല്? മതിയോ? ചീസ് ഉണ്ടോ ഓംലെറ്റില്? നിങ്ങള് ചീസ് പറഞ്ഞോ അയാളോട്? കേട്ടില്ലല്ലോ. ഇനുവിന് ഇഷ്ടാണ്. ഇനു എഗ്ഗ എന്തൊക്കെ ഇതിലില്ല? ഓണിയൻ, ചീസ്, ചില്ലി. നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതാ റിസപ്ഷൻ്റെ തൊട്ടടുത്തായിരുന്നു റെസ്റ്റോറൻറ്റ്. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ റൂമിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു റൂം ടൂർ അല്ല, ഇത് എന്ത് ടൂറാ സഞ്ജുക്ക? ഹോട്ടൽ ടൂർ. എന്തൊരു ടൂർ കാണിച്ചു തരാന്ന്. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ ഇങ്ങനെ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങി സഞ്ജുക്ക തന്നെയാണ് വഴി. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ല, ഇതൊരു വലിയൊരു കൺട്രി ക്ലബ്ബാണ്. അപ്പോൾ ഇവിടെ ഗോൾഫ് ഉണ്ട്, പിന്നെന്താ മിനി ബാർ ഉണ്ട്, കോക്ടെയിൽ സ്റ്റേഷൻസ് ഉണ്ട്, റൂമിന് സ്യൂട്ട് റൂംസ്, അങ്ങനെ പല ടൈപ്പ് റൂംസ് ഉണ്ട്. നമ്മളത് ഏതാ എനിക്കറിയില്ല, ഒരു നോർമൽ റൂം. അതൊക്കെ ഉണ്ട്. ഇത് നടന്ന് ഇതിനൊരു അവസാനമൊന്നുമില്ല. സഞ്ജുക്ക വഴി തെറ്റുമ്പോൾ പറയണേ. ഇനു 132 ആണോ റൂം? ഇനിയും കയറണോ? നമ്മൾ കൊറേ വഴി പിന്നെ നമ്മൾ വഴി തെറ്റി. ഇതാ നമ്മള് റൂം നമ്പർ 139. അപ്പൊ ഗൈസ് നമ്മള് കേറുമ്പോ തന്നെ ഒരു മിററാണ് ഉള്ളത്. പക്ഷെ ഈ മിറർ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത ഒരു കുഞ്ഞു വാർഡ്രോബാണ്. അപ്പോൾ നമ്മളിത് ഇന്നലെ ഇട്ട ജാക്കറ്റ്സ് ഒക്കെ ഇതിലുണ്ട്. നീ ജാക്കറ്റ് എടുക്കാൻ മറന്നു പോകണ്ട. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഫാനൊക്കെ അവർ തന്നിട്ടുണ്ട് ചൂടുകാലത്ത് നമ്മൾ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് റെസ്റ്റ് റൂമാണുള്ളത്. റെസ്റ്റ് റൂമിൽ ഒരു 3-4 കണ്ണാടി ഉണ്ട്. ഇതാണ് നമ്മൾ റെസ്റ്റ് റൂം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ റൂമിൽ നിന്ന് തന്നെ കൊടുക്കുന്ന സാധനമാണ് ഇതാണ് നമ്മളെ താരം. ഇവിടെ എവിടെ ട്രിപ്പ് പോയാലും ഈ സാധനം ഇനു ഇവിടെ അതവിടെ ഉണ്ട്. ഈ സാധനം മറന്നിട്ട് നമുക്കൊരു ഇതില്ല. ഇതാണ് നമ്മൾ മെയിൻ സാധനം കേട്ടോ, കപ്പ്. ഇത് തിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കണേ. ഓക്കെ, ഈ ബാത്റൂമിൻ്റെ ഈ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോർമൽ നെസ്കഫേൻ്റെ കുറേ ഇതുണ്ട്. പിന്നെ സെമി സ്കിംഡ് മിൽക്ക്, വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗർ, കെറ്റിൽ, അത് കോഫി ഉണ്ടാക്കുന്ന സാധനങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ 4 ബിസ്ക്കറ്റ്സും ഉണ്ട്. എന്നിട്ട് നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ 2 ഡബിൾ ബെഡുള്ള റൂമാണ് സെലക്ട് ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിങ് ഉണ്ട് വാൾസിലൊക്കെ, അവിടെ ഇവിടെ ആയിട്ട് 2 ബേർഡ്സിൻ്റെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ ഹീറ്ററിന്റെ സ്വിച്ച് ഇതാ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആ വ്യൂ ആ കേർട്ടൻ ഇങ്ങനെ നീക്കിയാൽ നമുക്ക് ഇതാണ് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ 2 കൗച്ച് ഉണ്ട്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു ടേബിൾ,
പിന്നെ എല്ലാത്തിനും ഇതാ ഷെൽഫുണ്ട് കേട്ടോ, ബെഡിൽ ഷെൽഫുണ്ട്, ഇവിടെ കുറേ ഷെൽഫുണ്ട്, പിന്നെ വലിയൊരു ടി വി. പക്ഷെ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബെഡ് കണ്ടത് നമ്മൾ ഇന്നലെ ഫുൾ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ റൂം, അതാണ് നമ്മൾ വ്യൂ. പിന്നെ ഇത് പറഞ്ഞാൽ കുറച്ചൊരു വലിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവർ പ്രോപ്പർട്ടി മാപ്പൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, ഓരോന്ന് എവിടേക്കാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ തന്നെ 2 സ്വിമ്മിങ് പൂൾ ഉണ്ട് ഉള്ളിൽ. ഇന്റേണൽ സ്വിമ്മിങ് പൂൾസ് ആണ് ഇൻസൈഡ്. ഒന്ന് ചിൽഡ്രനുള്ളതും ഒന്ന് അഡൽറ്റിനുള്ളതും. പിന്നെ കുറേ ഗോൾഫ് കോഴ്സ് കണ്ട, അങ്ങനെ കുറേ ക്ലബ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ പുറമേ നടന്ന് കാണാൻ മാത്രം ഉണ്ട്, നല്ല ട്രീസും ഗ്രീനറിയും ഒക്കെ. നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. സഞ്ജുക്കത കാറിലേക്ക് നമ്മളെ ലഗേജസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്താ പറയുക, ആപ്പിൽ കണ്ട അതേപോലെ തന്നെ ആയിരുന്നു. ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ എൻട്രൻസ്. നല്ല പകൽ വെളിച്ചത്തിൽ കണ്ടോളൂ. കണ്ടോ, കാർ പാർക്കിംഗ്, അവിടെ ഡ്രൈവിംഗ് റേഞ്ചാണ്, ഇപ്പുറത്ത് ഗോൾഫ് കോഴ്സാണ്, പിന്നെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു കാസിലിൻ്റെ പോലെയല്ലേ ഈ ഹോട്ടൽ കാണാൻ. ഫുൾ വാരിയസ് ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ. ഡ്രൈവിംഗ് റേഞ്ച്, ഗോൾഫ് ക്ലബ്ബ്, പിന്നെന്താ മിനി ബാർ, സ്വിമ്മിങ് പൂൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇനി വൺ ഡേ ഇവിടെ നിൽക്കാൻ വേണ്ടി മാത്രം വരണം, പുറത്തൊന്നും പോകാതെ എന്നിട്ട് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരണം. കാരണം അത്രത്തോളം എന്താ പറയുക ഏക്കേഴ്സിൽ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇത്. ഭയങ്കര ലാർജാണ്. അപ്പോൾ ഉണ്ടോ ഫുൾ ഗ്രീനറി, നല്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനിമോൾ ഇവിടെ ചില്ലിങ് ആണ്. ഇനിമോൾ ഇതാ സ്ട്രോളറിൽ തന്നെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. എത്ര നേരത്തിനാന്ന് നമുക്കറിയില്ല. ആ പോവന്നെ ഇനു, നമ്മൾ ചെക്കൗട്ട് ചെയ്തില്ലേ, ഇപ്പോൾ പോവൂ കേട്ടോ. നമ്മൾ കുറേ ഇന്ത്യൻ ഫാമിലീസിനെ ഇവിടുന്ന് കണ്ടിരുന്നു കേട്ടോ. കുറേ പറഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മൾ ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്ത്. ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. നമ്മളിന്ന് പൂളിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ക്ലൈമറ്റ് ഇത്തിരി മോശമായതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പൂളല്ലേ, ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി പ്ലാൻ ചെയ്ത് പൂളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനു പോവാട്ടോ. ഭയങ്കര വിൻഡിയാണ്, നിങ്ങൾക്ക് കാണാം. ഇനുവിൻ്റെ ഹെയറൊക്കെ പാറിപ്പറന്ന് കണ്ടോ, അത്ര വിൻഡാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോവാൻ നേരത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ പറഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ അത് എപ്പോഴാണ് മഴ മാറുന്നൊന്നും അറിയില്ല. ബട്ട് ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ മഴയും ഇപ്പോൾ മാറുന്നുണ്ട്. ഇനു വെയിറ്റ്. മഴ ഇതെപ്പോഴായി പഠിച്ചേ? റെയിൻ എവിടെ, മഴ എവിടെ? ഒക്കായി വേണ്ടിയുണ്ടോ ഇനുവിന്? തണുക്കണ് ലേസ് ഞാൻ തരില്ല. ലേസ് ഫുൾ കുട്ടിനെ കേടിരുത്തണം, ഞാനില്ല. Morning kishi. Papa's morning kishi. Love you. Hold it right, okay? Please hold it. തണുക്കണേ. ഓളെ തണുക്കണേ കേട്ടാൽ എന്താ വിചാരിക്കും നമ്മള്. ആ പാപ്പ ചിരിക്കണ്ടേ, പാപ്പ ചിരിക്ക്, കുട്ടി പറയണ്. അമ്മ ചിരിക്ക, പാപ്പ ചിരിക്ക്. കുട്ടി പറഞ്ഞ പാപ്പൊക്കെ കേൾക്കും. പാപ്പ ജീവിക്കുന്നതന്നെ എന്റെ കുട്ടി. ഇനി എന്തിനാ ചിരിക്കണേനു? നല്ല മഴ ഉണ്ടോ? ചെറിയ മഴ. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് പോവാം. വേറെ പണിയൊന്നുമില്ലല്ലോ. നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയാലോ? ഇവരൊക്കെ ഒന്ന് പോട്ടെ, അതിന് നമുക്ക് വണ്ടീനുള്ളിൽ ഇനിയോ ലേസ് കഴിച്ചോട്ടെ, നമുക്ക് സ്റ്റാർട്ട് ആക്കി ഇടാം. ഓക്കെ. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാ പോണേ? നമുക്ക് ഇങ്ങനെ കറങ്ങാൻ ഇതിന്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കല്ലേ ഇവർക്ക്. നമ്മളെന്താ പൂളിൽ പോവാഞ്ഞ്? പൂൾ എന്താ ബേബി, ജസ്റ്റ് പൂളല്ലേ. യു ഓൾവേസ് സീ പൂൾ. നമ്മളൊരു 100 പൂളില് നമ്മൾ കുളിച്ചിട്ടുണ്ടാവും. പക്ഷെ UK പൂളല്ലല്ലോ, അതൊക്കെ ലോക്കൽ നമ്മളെ കേരളത്തിലൊക്കെ. ആ പപ്പ മമ്മി ഇവക്ക് നമ്മൾ ഉമ്മ കൊടുക്കാന്. കിഷിയാണ്, ലിപ് ടു ലിപ്പാണ്. കിഷി കൊടുത്തു മതിട്ടോ ഗൈസ്. ഇവൾ അനങ്ങിയ ഞങ്ങളിപ്പോ ഒന്ന് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്തപ്പോ പറയും വേണ്ട വേണ്ട. പക്ഷെ ഇടയ്ക്കോള് പറയും പപ്പ മമ്മി. ആ ട്യൂണും ആ പറച്ചിലിനടുത്ത് കിസ് കൊടുക്കാനാണ്.
അതായത് ഇവൾക്ക് ഭയങ്കര എന്താ പറയാ മൂഡ് സ്വിങ്സ് ആണ് ഇവൾക്ക് ഉള്ളത്. എന്താ പറയാ, ഇടയ്ക്ക് തൊടാൻ തന്നെ സമ്മതിക്കില്ല, വേണ്ട വേണ്ടാട്ട് അലറി വരും, ഭയങ്കര പോസസീവ് ആണ്. ഇടയ്ക്ക് പറയും പപ്പ മമ്മി കിഷി കിഷി പറയും. ഇനി ഉപ്പ ഏതാ മൂടെ പപ്പ മമ്മി എന്താ ചെയ്യണ്ടേ, എന്ത് ചെയ്യണ്ട ഇനു? ഇപ്പോൾ ഫുഡിൽ ബിസിയാണ്. ബേബി ഇവിടെ ഈ ഗോൾഫ് കളിക്കാൻ ഭയങ്കര സീനാണോ? ഗോൾഫ് കളിക്കുന്ന എന്താ അറിയണം കളിക്കാന്. അവിടെ നോക്ക് ബേബി, ഡ്രൈവിംഗ് എന്താണ് ടെമ്പറേച്ചർ? എന്തിനാ 30 ആക്കിയ? അത് കുറച്ച് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഒരു മീഡിയം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തോ എനിക്ക് പാട്ടിടാന്? നോക്ക്, ഈ ഡ്രൈവിംഗ് റേഞ്ച് പറഞ്ഞ എന്താ അർത്ഥം? ഡ്രൈവിംഗ് റേഞ്ച് അതിന്റെ ഉള്ളിൽ വണ്ടികൾ ഉണ്ടാവും. റേസിംഗ് പോലത്തെ സംഭവമാണോ? അല്ലേ? ഓ ബേബി ഇങ്ങോട്ട് നോക്ക്, 2 മിനിറ്റ് മുന്നേ മഴ പെയ്തിട്ട് ഇപ്പൊ നോക്ക് വെയില്. എന്താണത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ. ഇതാണ് അൺപ്രഡിക്റ്റബിൾ. എന്താണ് അൺപ്രഡിക്റ്റബിൾ? അൺപ്രഡിക്റ്റബിൾ എന്ന് നമുക്കറിയാം, പക്ഷെ ഇത്രക്ക് ഇത് എന്താണിത് ഗൈസ്? ലിറ്ററലി 2 മിനിറ്റ് കൊണ്ട് ഇത് മാറി. ഇനെന്താ തിന്നണേ ബേബി? നമ്മൾ 7up എവിടെ ഗൈസ്? ഞങ്ങൾ ഇപ്രാവശ്യം 7up വാങ്ങാൻ വിചാരിച്ച്. മറ്റേ സ്ഥിരം പെപ്സിയും കൊക്കക്കോളയും വാങ്ങാറ്, പക്ഷെ ഞങ്ങൾക്കൊരു പണി കിട്ടി ഗൈസ്. ഞങ്ങൾ വാങ്ങിയത് ചെറി ഫ്ലേവറിന്റെ ഒരു വലിയ പാക്കാണ്. എന്താ ചെയ്യാ? പക്ഷെ ചെറി ഫ്ലേവർ നമ്മൾ 2 പേരും കണ്ടില്ലല്ലോ. നിങ്ങളും കുടിക്കണം, വാങ്ങിയപ്പോ നിങ്ങളും ഉണ്ടായിരുന്നല്ലോ. ചെറി ഫ്ലേവറിന് സത്യത്തിൽ നമ്മൾ 2 ആളും കണ്ടില്ല. സോ ബേബി സൺ റൂഫിന്റെ മുകളിൽ മഴത്തുള്ളി ഒന്നും ക്ലീൻ ആക്കാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ ക്ലീൻ ആവുക? ബട്ട് നല്ല രസമുണ്ട് കാണാൻ. നോക്കിയേ, ഇറ്റ് ലുക്സ് നൈസ്. ഗൈസ് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴേക്കാ പിന്നെയും മഴ. ഇപ്പൊ കുറച്ചു മുന്നേ നമുക്ക് വെയില് വന്നത്, ഇപ്പൊ പിന്നെയും മഴ. ഇവളപ്പോഴേക്കും കരഞ്ഞ് ഫ്രണ്ടിക്ക് എത്തി. ഇനി ഇനു കഴിക്ക്, പപ്പക്ക് കൊടുക്കണ്ട. ഇനു കഴിക്ക്, നമുക്ക് വേണ്ടനോ? ഗൈസ് അങ്ങനെ ഫൈനലി മഴയും വെയിലും ഒക്കെ കളി കഴിഞ്ഞ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് ഡ്രൈവിംഗ് റേഞ്ച് ഉള്ളത്, പിന്നെ ഗോൾഫ് കോഴ്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ. വലിയൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞത് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ ഇല്ല തീരെ, കുറച്ച്. കാരണം ഇന്നലെ ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂൾ ആയത് കാരണം. ഇനി നമുക്ക് ഒരു ദിവസം ബേബി ഇവിടെ മാത്രമായിട്ട് വരണം കേട്ടോ. വാട്ട് ഡു യു തിങ്ക്? ഇതെന്താ അവിടെ ബോർഡില്ലേ? ഓ ഓക്കെ. സോ നമ്മളിനി ഇവിടേക്ക് മാത്രമായിട്ട് ഒരു ഡേ വരും. അന്ന് നമ്മൾ ഫുള്ള് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിക്കുക. ഇപ്പം നമ്മൾ അവിടെ ഇവിടേക്ക് കുറച്ച് എന്നാലും റൂമൊക്കെ ഫുള്ള് കാണിച്ചു കേട്ടോ. ആ ചേച്ചിനോടൊന്നും മിണ്ടായിരിക്കാൻ പറയോ? അപ്പൊ കണ്ടോ, ഇത് എന്ത് ട്രീസാ ബേബി? സോ ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ഇരുട്ടത്ത് കണ്ടോ ലൈറ്റൊക്കെ, ഈ ലൈറ്റ് ഇട്ട് വഴി കൂടെയാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നത്. ഇപ്പോ ലൈറ്റ് ഒന്നും ഇല്ല കണ്ടോ. ഇതാണ് വഴികൾ. ഈ സൈഡ് നോക്കൂ ഗൈസ്. വാവ്, ഇതാണ് നമ്മൾ നിന്ന കാസിൽ പോലെ. കാസിൽ തന്നെ ഇത് പഴയൊരു കാസിൽ ഇവര് ഹോട്ടലാക്കിയതാണ്, റെനോവേറ്റ് ചെയ്തത് അല്ലേ? ദാറ്റ്സ് സോ നൈസ്. കണ്ടോ ഇവിടെയും കുറെ ഇതൊക്കെ ഉണ്ട്. നമ്മള് ഇന്നലെ വന്ന വഴി ഇരുട്ടത്ത് ഇത്രക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ കണ്ടോ ഇവിടെ ഫുൾ ഗ്രീനറി, ഗ്രാസ്, ട്രീസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് സ്കോട്ട്ലൻഡിന്റെ നാഷണൽ മ്യൂസിയത്തിലേക്ക് എൻട്രി ഫ്രീ ആട്ടോ. പക്ഷെ ഇന്നലെ നമ്മള് ലൈറ്റ് ഷോ കണ്ടു കാസിലിന്റെ. പിന്നെന്താ നമ്മള് കണ്ടേ? പിന്നെ സൂല് പോയി, അതിനൊക്കെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. പക്ഷെ നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ് ഫ്രീ ആണ്. പിന്നെ ഇവിടെ സ്കോട്ട്ലൻഡ് വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ വിസ്കി ടെസ്റ്റിംഗ് എന്തോ ഒരു സംഭവം ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഗൈസ് നമ്മളിതാ എത്താറായി. ഇതാണ് മെയിൻ സ്ട്രീറ്റ്. ഇവിടെയാണ് നമ്മളെ മ്യൂസിയം ബൊട്ടാനിക്കൽ ഗാർഡൻ കൂടെ അടുത്തടുത്ത് ഉള്ളത്. അതാ മെയിൻ എൻട്രൻസ്. അതാ അപ്പൊ നമ്മൾ മ്യൂസിയത്തിനോട് പാർക്ക് ചെയ്യാൻ പോവാ. പേ ആൻഡ് പാർക്ക്. ഇവിടെ എല്ലാതും പേ ആൻഡ് പാർക്കാ, ഫ്രീ ഒന്നുമില്ല.
permit holders only. Where we going?